മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ആശ ഫിലിപ്പ്, ദ ലിറ്റിൽ ലാൻഡ് സ്കൂൾ ഡയറക്ടർ. ദ ലിറ്റിൽ ലാൻഡ് സ്കൂൾ ആലപ്പുഴ പട്ടണത്തിലാണ്. ഞാൻ ഒരു 13 വർഷം മുമ്പെയാണ് ഈ സ്ഥാപനം ഈ പട്ടണത്തിൽ തുടങ്ങുന്നത്. 13 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ വെറും 6 കുട്ടികളായിട്ട് തുടങ്ങിയതാണ് ഈ സ്ഥാപനം. 6 കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് പ്ലേ സ്കൂൾ, LKG, UKG ആൻഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഞാൻ തുടങ്ങി. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങാനുള്ള കാരണം എൻ്റെ ഇളയ മകന് വേണ്ടിയാണ് ഞാൻ ആ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങിയത്. ഹി വാസ് ദ ഓൺലി ചൈൽഡ് ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. എന്തുകൊണ്ട് ആ കുട്ടിയെ തന്നെ പഠിപ്പിച്ചു എന്ന് വീണ്ടും ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ എനിക്ക് തന്നെ കൊടുക്കാൻ പറ്റുമെന്ന്, വേറെ എവിടെ വിടുന്നതിനേക്കായിട്ടും. ഇപ്പോഴും എൻ്റെ കുട്ടിക്ക് 18 വയസ്സായി. ഞാൻ ചോദിക്കും, ഏത് സ്കൂൾ വിച്ച് ഇസ് ദ ബെസ്റ്റ് സ്കൂൾ യു സ്റ്റഡീഡ് എന്ന് ചോദിച്ചാൽ എൻ്റെ മകൻ പറയുന്നത് ദ ലിറ്റിൽ ലാൻഡ് സ്കൂൾ തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്ക് ബേസ് കിട്ടുന്നത് സ്കൂളിൽ നിന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും കോളേജിലൊന്നും പോയാൽ നമുക്ക് പ്രത്യേകിച്ചും ഒന്നും പഠിക്കുന്നില്ല. സോ ദ ബെസ്റ്റ് ഏജ് ടു മോൾഡ് അപ്പ് എ ചൈൽഡ് സ്കൂളിൽ തന്നെയാണ്. അത് അതിൻ്റെ ഡ്യൂട്ടി പേരൻസിനും ടീച്ചേഴ്സിനും എല്ലാവരും ഇൻവോൾവ് ആയിട്ട് വേണം ഈ ഒരു ഡ്യൂട്ടി ചെയ്യേണ്ടത്. ലിറ്റിൽ ലാൻഡ് സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈച്ച് ക്ലാസ്സിൽ 20 കുട്ടികളെ ഉള്ളൂ. എല്ലാ ടീച്ചേഴ്സും നല്ല ഫ്രണ്ട്ലിയാണ്. ഒരു ഹോൾ ലോട്ട് ഓഫ് ബഞ്ച് ഓഫ് ടീച്ചേഴ്സ് നല്ല എനിക്കുണ്ട്. അവർ ഞാൻ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. വെറൈറ്റി ഓഫ് നമുക്ക് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഒത്തിരി സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ഫിറ്റ്നസ്, നമുക്ക് വിഷ്വൽ റൂമുണ്ട്, പ്ലേ ഏരിയ ഉണ്ട്. ഫിയർ ഇല്ലാതെ കുട്ടികൾ ആദ്യത്തെ 2 ദിവസമെങ്കിലും കുട്ടികൾ കരയുവാണെങ്കിൽ 3-ാമത്തെ ദിവസം അവർ വളരെ സന്തോഷമായിട്ടാണ് ഇവിടെ വന്ന് കയറുന്നത്. അതാണ് നമ്മുടെ പ്ലേ സ്കൂളും കിൻഡർ ഗാർഡൻ്റെ ഒരു പ്രത്യേകത. കുറേ കഴിഞ്ഞപ്പോൾ, ഒരു ഫസ്റ്റ് ടേം കഴിഞ്ഞപ്പോൾ ഐ കുഡ് സീ മൗത്ത് ടു മൗത്ത് ടോക്ക്. ആലപ്പുഴയിൽ ഒരു നല്ല ക്രൗഡ് തന്നെ നമ്മുടെ സ്കൂളിലേക്ക് എൻട്രി പിള്ളേർ കയറാൻ തുടങ്ങി. സോ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്, നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഏത് വർക്ക് ചെയ്താലും അതിൻ്റെ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമ്മുടെ പ്ലേ സ്കൂളിൽ നമ്മൾ ആക്ച്വലി ഇവിടെ നമുക്ക് ഫിറ്റ്നസ് പ്രോഗ്രാം ഉണ്ട്. കൊച്ചു കുട്ടികൾക്ക് തന്നെ ഫിറ്റ്നസ് പ്രോഗ്രാം TSG എന്ന് പറയും, ദ സ്പോർട്സ് ഗുരുകുൽ. ഇവിടെ അതുണ്ട്. നമ്മൾക്ക് കുട്ടികളെ കൊണ്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ഫീൽഡ് ട്രിപ്പ്, നമുക്കൊരു വിഷ്വൽ റൂമുണ്ട്, പ്ലേ ഏരിയ ഉണ്ട്. പല സെക്ഷനായിട്ടാണ് ഞങ്ങളുടെ കിൻഡർഗാർട്ടൻ ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിൽ കൂടെ ഒക്കെ അത് കാണാൻ പറ്റും. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ടീച്ചേഴ്സ് വളരെ കുട്ടികൾക്ക് കമ്പനി കൊടുത്ത് അവരെ ഡോണ്ട് ഫീൽ അവർ കുട്ടികൾ വീട്ടിൽ നിന്ന് വന്നു എന്ന് തോന്നാത്ത തരത്തിൽ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന നല്ല കുറേ സെറ്റ് ഓഫ് ടീച്ചേഴ്സും നമ്മൾക്കിവിടെ ഉണ്ട്. ഇവിടെ ഇച്ചിരി വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു 20 സ്റ്റുഡൻസിൻ്റെ മേളിൽ നമ്മൾ എടുക്കാറില്ല. പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുക. ഇവിടെ ഉള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്, ആയന്മാർ, അവർ കുറേ വർഷമായിട്ട് തന്നെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റം അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഉള്ള ഒരു സെറ്റ് ഓഫ് ചിൽഡ്രന് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് അടുത്ത സെക്ഷനിലോട്ട് ഒരു 2 കിലോമീറ്റേഴ്സ് എവേ ആണ് നമ്മുടെ കിൻഡർഗാർട്ടനും വലിയ ക്യാമ്പസും കൂടെ. അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 7th സ്റ്റാൻഡേർഡ് വരെ നമ്മളുടെ ആ വലിയ ക്യാമ്പസിലുണ്ട്. അവിടെ നമ്മൾക്ക് വളരെ വ്യത്യാസമായിട്ട് യോഗ, കരാട്ടെ ക്ലാസ്, എഗെയിൻ ഫിറ്റ്നസ് പ്രോഗ്രാംസ്, മ്യൂസിക്കൽ ക്ലാസ്സസ്, ഇതെല്ലാം അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ ഓൾ ദിസ് വാട്ട് ഐ ബിലീവ് ഇസ് പിന്നെ പിള്ളേർക്ക് മോറൽ വാല്യൂസ്. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്ക് ബഹുമാനമില്ല, കുട്ടികൾക്ക് എങ്ങനെ പെരുമാറാൻ അറിയത്തില്ല. എല്ലാം ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഹോം. അപ്പം പേരൻസ്, ടീച്ചേഴ്സ്, നമ്മളെല്ലാവരും കൂടി ഇൻവോൾവ് ആയിട്ട് വേണം ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ ഇത് തയ്യാറെടുക്കാൻ വേണ്ടി. മോറൽ വാല്യൂസ് വളരെ കൊടുത്ത് പിള്ളേരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ മോറൽ ക്ലാസ്സസ് ഉണ്ട് നമ്മുടെ സ്കൂളിൽ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒത്തിരി പ്രോബ്ലംസാണ്. പണ്ടായിരുന്നു ഒരു കൗമാരം ആകുമ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ വരും. ഇപ്പം അതല്ല, കൊച്ചു ക്ലാസ്സസിലേ ഉണ്ട് പിള്ളേർക്ക് പ്രശ്നങ്ങൾ. അവർ പേഴ്സണലി വന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ വീട്ടിൽ ചെന്ന് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം തന്നെ നമ്മൾ ടീച്ചേഴ്സുമായിട്ട് അവർ ഷെയർ ചെയ്യും. പിന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് കുട്ടികളിൽ കൊച്ചു പ്രായത്തിലെ ടു ഹെൽപ്പ് അതേഴ്സ്. നമുക്കൊരു ഫ്രൂട്ട് ഫ്രൈഡേ ഉണ്ട്. വേറെ ഫ്രൂട്ട്സ് എല്ലാം പിള്ളേർ കൊണ്ടുവരും. എന്നിട്ട് അടുത്തുള്ള നെയ്ബറിങ് ഇച്ചിരി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ തരത്തിലുള്ള അവർ ഷെയർ ചെയ്യാൻ തരത്തിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അരിയോ അങ്ങനത്തെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് അവർ കൊണ്ടുവരും. പിന്നെ നമ്മുടെ പഴയ ട്രഡീഷണൽ എല്ലാം തന്നെ കീപ്പപ്പ് ചെയ്തുള്ളൊരു സ്കൂളാണിത്. നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കുട്ടികൾ വന്നിട്ട് അവരെ ചെറുതായിട്ടൊന്ന് അവരെ ഫോഴ്സ് ചെയ്യും ഒന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഭാഷ മറന്നിട്ടല്ല. നമ്മൾ ഈ കേരളം വിട്ട് എവിടെ പോയാലും കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കുട്ടികൾ എവിടെ പോയാലും അത് ഫ്ലുവൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവരൊരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവരത് ഫേസ് ചെയ്യാനും ഒക്കെ ചെല്ലണമെങ്കിൽ നമുക്ക് ആ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ മാതൃഭാഷ മറന്നിട്ടല്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ തരത്തിൽ പിള്ളേരെ സ്റ്റേജിൽ വിളിച്ച് അവരുടെ സ്പീച്ച് പറയിപ്പിക്കുക, അവരുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക, അങ്ങനത്തെ കുറേ കോമ്പറ്റീഷൻസ് ഹോൾഡ് ചെയ്യുക. നമുക്കിവിടെ സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ നടത്താറുണ്ട്. സോ ഓൾ ടുഗെദർ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്കൂൾ. ലൈക്ക് നമ്മുടെ ടീച്ചേഴ്സ്, എനിക്കൊരു നല്ല സെറ്റ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്. ഇനി ടീച്ചേഴ്സ് പോയാൽ പോലും അവർക്ക് റിയലി ദേ വോണ്ട് ടു കം ബാക്ക് ആൻഡ് വർക്ക് വിത്ത് മീ. ആൻഡ് ഇവിടുത്തെ പേരൻസ് വളരെ കോപ്പറേറ്റീവാണ്. എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാം.
പേരൻസിനെ ഇൻവോൾവ് ഞങ്ങളാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോഫി വിത്ത് മദേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം ഞാൻ നടത്തി. വളരെ സക്സസ്ഫുള്ളായിരുന്നു. കുട്ടികളുടെ പ്രശ്നങ്ങളും നമ്മൾ പറയുക, ആസ് വെൽ ആസ് അമ്മമാർക്കൊരു റിലീഫ് ഫ്രം ഹോം. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവരൊരു ഗെയിംസും ഒക്കെ നടത്തി എല്ലാം കൂടെ നമ്മൾ ഷെയർ ചെയ്യുക. ഒരു വളരെ നല്ലതായിരുന്നു. UKG കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊരു ഗ്രാജുവേഷൻ ഡേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ദേ ഫീൽ ബിഗ്. അവർ ആ കോൺവൊക്കേഷൻ നടത്തുക, ഗൗണൊക്കെ ഇട്ടുക, ആൻഡ് ദേ ഫീൽ ദേ ആർ ഗോയിങ് ടു ദ ബിഗർ സെക്ഷൻ. അപ്പം ദേ ഫീൽ പ്രൗഡ്, ദേ ആർ ഗ്രോൺ അപ്പ് എന്നുള്ള ഒരു ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചും വീണ്ടും ഞാൻ പറയുവാണെങ്കിൽ ഞാനിതെന്താ തുടങ്ങാൻ കാര്യമുണ്ട്, എനിക്കിത് പാഷൻ ഫോർ മൈ ചിൽഡ്രൻ. എനിക്ക് 2 ആൺമക്കളാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, അമ്മമാർ കുട്ടികൾ വളരുന്ന അനുസരിച്ച് അമ്മമാർ വളരുന്നതെന്ന് ഞാൻ പറയും. എൻ്റെ മദേഴ്സിൻ്റെ അടുത്തും ഞാൻ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ വേറെ ഒരു സ്കൂളിലും പഠിച്ചിട്ട് അവർക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ വളരെ നല്ല സ്കൂളിൽ പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് വളരെ കോൺഫിഡൻസ് ആയിരുന്നു എൻ്റെ കുട്ടികൾക്ക് ഒരു നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഇളയ മോനെ ഞാൻ ഇവിടെ പഠിപ്പിച്ചത്. ഇപ്പോഴും മോനോട് ചോദിച്ചാൽ ഏതാ ബെസ്റ്റ് സ്കൂള് പഠിച്ചതെന്ന് ചോദിച്ചാൽ മോൻ പറയുന്ന ദ ലെറ്റർലാൻഡ് സ്കൂൾ തന്നെയാണ് ഇവിടുന്ന് കിട്ടിയ. സോ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ബേസാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ കോളേജിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും പഠിക്കത്തില്ല. സ്കൂളിൽ നമ്മൾ എന്തൊക്കെയാണ് കുട്ടികൾക്ക് അത് കൊടുക്കുന്നു, എല്ലാം മോൾഡപ്പ് ചെയ്യാൻ റൈറ്റ് ഏജ് ചെറുപ്രായമാണ്. സോ ദിസ് ഈസ് വാട്ട് ലെറ്റർലാൻഡ് ഇസ് ഓൾ അബൌട്ട്. നമ്മുടെ പേരൻസിനൊക്കെ വളരെ കോൺഫിഡൻസ് ആണ് ഇവിടെ പഠിപ്പിക്കാൻ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അവർ നമ്മുടെ അടുത്ത് ഇവിടെ നമ്മുടെ കേരള ഗവൺമെൻറ്റിന് ഒരു NOCയും ഒരു അഫിലിയേഷൻ്റെ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ട്. സോ വാട്ട് ഐ ഫീൽ ഇസ്, ഞാനിപ്പം 7th വരെ നടത്തുവാണ്. ഫ്യൂച്ചറിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യണമെന്ന് തന്നെ ആഗ്രഹം. ആൻഡ് പേരൻസും എന്നെ വളരെ പുഷ് ചെയ്യുന്നുണ്ട്. അവർക്ക് വലിയ വിഷമമാണ് 7th കഴിയുമ്പോൾ ഏത് സ്കൂളിലോട്ടെന്നുള്ള. നമ്മുടെ കുട്ടികൾ ഏത് സ്കൂളിൽ പോയാലും അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്ന തരത്തിൽ തന്നെയാണ് നമ്മളിവിടെ കോച്ച് ചെയ്ത് വിടുന്നത്. ഇപ്പോഴും എനിക്കെപ്പോഴും വാട്സാപ്പിൽ കൂടെയും ഇവിടുന്ന് വിട്ടുപോയ പിള്ളേരുടെ ഒക്കെ പേരൻസ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്, എങ്ങും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് ഇവിടെ തന്നെയാണ് ഇഷ്ടം മാം, ഇതെങ്ങനെയെങ്കിലും വലുതാക്കണം. എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും അതുതന്നെയാണ്, മുമ്പിലോട്ട് കൊണ്ടുപോകണം, ഇത് ഏറ്റവും ബെസ്റ്റ് സ്കൂള്, ഇത് ബ്രാഞ്ച് ഔട്ട് ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പ്രീ സ്കൂളും കിൻഡർ ഗാർഡനും വളരെ ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇവിടെ നിന്നുള്ള പിള്ളേർ വേറെ എങ്ങോട്ടും പോകാറില്ല, നമ്മുടെ വലിയ ക്യാമ്പസിലോട്ട് തന്നെയാണ് പോകാറില്ല. പിന്നെ നമുക്ക് എക്സ്ട്രാ ലാംഗ്വേജസിന് ഒരു ഫ്രഞ്ച് ക്ലാസ് ഉണ്ട്. ഫ്രഞ്ച് ടീച്ചർ ലേഡി തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഷീസ് ഫ്രം ബെൽജിയം. പുള്ളിക്കാരത്തി ഹസ്ബൻഡുമായിട്ട് ഹൂസ് എൻ ഇന്ത്യൻ സെറ്റിൽ ചെയ്തേക്കുന്ന ആലപ്പിയിലാണ്. അപ്പം ഐ ഹാപ്പൻ ടു മീറ്റ് ഹെർ ആൻഡ് വളരെ വണ്ടർഫുള്ളായിട്ട് ഷീസ് ഇവറ്റ് ആൻഡ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. എൻ്റെ പേരൻസ് ചിലത് ചോദിക്കാറുണ്ട്, വൈ എന്തിനാണ് ഈ ഫ്രഞ്ചൊക്കെ കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കുന്നതെന്ന്. ഇപ്പം നമുക്കറിയത്തില്ല, ഹൂ നോസ് ഈ കുട്ടികളെല്ലാം എവിടെ പോയി സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. ഒരു എക്സ്ട്രാ ലാംഗ്വേജ് പഠിച്ചിരിക്കുന്നതിന് ഒരു പ്രോബ്ലവും ഇല്ല. നമുക്ക് എസ്പെഷ്യലി IT കമ്പനീസിലൊക്കെ പോകാറുള്ളപ്പം അവർ ചോദിക്കും ഇത് എക്സ്ട്രാ ലാംഗ്വേജ്, അതും കൂടെ നമ്മുടെ CV വെക്കാൻ പറയുമ്പോഴത്തേക്കും ഐ എം ഷുവർ മൈ ചിൽഡ്രൻ വിൽ ബി ഏബിൾ ടു കീപ് ദിസ് ലാംഗ്വേജ് മോർ ഇൻ ദിയർ CV. ആൻഡ് എല്ലാ ഡേയ്സ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്.
ലൈക്ക് വേൾഡ് പോസ്റ്റൽ ഡേ ആയിരുന്നു, കുട്ടികളെ മെയിൻ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി. ആൻഡ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലെറ്റർ റൈറ്റിംഗ് എന്തുവാന്ന് അറിയത്ത് പോലും ഇല്ല. ഇറ്റ്സ് ഓൾ ടെക്സ്റ്റിംഗ് ആൻഡ് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക. ആൻഡ് ഇറ്റ് വാസ് വണ്ടർഫുൾ. പോസ്റ്റ് ഓഫീസിലുള്ളവരും കുട്ടികളും എല്ലാം ഈക്വലി എൻജോയ് ചെയ്തു. ഈ പോസ്റ്റ് കാർഡ് കൊണ്ട് ഈ പിള്ളേരെ കൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട്. പിന്നെ എൻവയൺമെൻറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യും. ഓൾഡ് ഏജ് ഹോമിൽ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഷെയറിംഗ് ഒക്കെ വളരെ കുറവാണ്. ഭയങ്കര സെൽഫിഷായി, എസ്പെഷ്യലി ന്യൂക്ലിയർ ഫാമിലീസ് ആയതുകൊണ്ട്. സോ വാട്ട് വി യൂഷ്വലി ഡു ഇസ് ഒരു ഷെയറിംഗ് ഡേ വെക്കും. ഇവിടുത്തെ ആയന്മാർക്കൊരു താങ്ക്സ് ഗിവിംഗ് ഡേ. അവർക്ക് താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർക്ക് ചേച്ചിമാർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഐ ഗീവ് ദം സ്മൈലി ബാഡ്ജസ്. ദേ ഫീൽ വെരി പ്രൗഡ് ആൻഡ് എസ്പെഷ്യലി when I put it on for them. So these are the things we do in school. So more way I want to say is like Letterland School is the best school in Alleppey, and I promise I will keep up to this vision of expanding the school and seeing more and more, and especially in the family ഒത്തിരി support ഉണ്ട് എനിക്ക്. My husband and my 2 boys. I'm a mother, I'm a lady, I'm a working woman, and especially I feel ഇതെല്ലാം ഒരുപോലെ തന്നെ ഞാൻ കൊണ്ടുപോയി നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And my husband, Mr. Philip Abraham, who gives me a lot of support for my work at home and everywhere. And my 2 boys, Vishak and Abhishek, I thank them for that. And most of all, I thank my Almighty for leading me for this long and for the future also. ചെറിയ പ്രായത്തിൽ ഞാൻ ബുക്കും പേപ്പറും എടുത്ത് ചുമ്മാ കറക്റ്റ് ചെയ്യുമായിരുന്നു. സോ എൻ്റെ പേരൻസ് എപ്പോഴും പറയുമായിരുന്നു ഒരു വലുതാകുമ്പോൾ ഒരു ടീച്ചറാവും എന്ന്. ഞാൻ ഒരിക്കലും അത് വിചാരിച്ചില്ല. എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ വളർത്തി വലുതായി. ആൻഡ് I would think I was a perfect mother with my God's help. സോ ഇതെല്ലാം കഴിഞ്ഞ് കുട്ടികൾ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി അടുത്തെന്തോ മൈ പാഷൻ ഫോർ ചിൽഡ്രൻ എനിക്ക് അത് എപ്പോഴും ഇറ്റ് നെവർ ഡൈസ്. സോ ഐ തോട്ട് ദിസ് ഈസ് എ ബെസ്റ്റ് പ്രൊഫഷൻ. ഞാൻ എൻ്റെ വീടിൻ്റെ പുറയിൽ ഇച്ചിരി സ്ഥലം കിടന്നു. സോ അവിടെ നിന്നാണ് എൻ്റെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ചെറിയ ഒരു പ്ലേ സ്കൂളായിട്ട് തുടങ്ങി. ആൻഡ് അപ്പോഴാണ് എൻ്റെ മൂത്ത മോനും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് കയറി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെയാണ് ഈ സ്കൂൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു വ്യത്യാസമുള്ള സ്കൂളായിട്ട് ഇവിടെ തീർച്ചയായിട്ടും തുടങ്ങണമെന്ന് തന്നെ ആലപ്പുഴയിൽ. ഞാൻ വീണ്ടും പറഞ്ഞ പോലെ ഞാൻ നല്ല സ്കൂളിലാണ് പഠിച്ചത്. അതുപോലെ ആ ഒരു വ്യത്യാസമൊന്നും ആലപ്പുഴയിൽ ഞാൻ കണ്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഇവിടെ ഞാൻ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്.
ആലപ്പുഴയിൽ ഒരു ട്രെൻഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇറ്റ്സ് ഓൾ എ മോണോപ്പൊളി. നമ്മൾ ഒരു കാര്യം തുടങ്ങിയാൽ അടുത്ത ആൾ ഒരു കാര്യം തുടങ്ങുന്നത് ഇച്ചിരി ബുദ്ധിമുട്ട് ആണ്. ആലപ്പുഴ അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്ഥലമാണ്. നമ്മളിവിടെ തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം പല അഭിപ്രായങ്ങളാണ് കയറി വരുന്നത്. സ്കൂൾ ഒന്നിൽ കൊള്ളാം അല്ലെങ്കിൽ കൊള്ളത്തില്ല. ഇറ്റ്സ് ഓൾ ദ മൗത്ത് ടു മൗത്ത് ടോക്ക്. പിന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കുട്ടികളെ ഇവിടെ കൊണ്ട് പഠിപ്പിക്കണം. എന്നാലേ ആ പേരൻസ് ആണ് പറയുന്നത് ഇത് നല്ലതാണോ അല്ലയോ എന്ന്. അവരാണ് ഇത് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ തുടങ്ങിയ കാലത്തിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ ഡിഫിക്കൽട്ടി ഒന്നും തോന്നിയില്ല. ബിക്കോസ് ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ഇത് നന്നായിട്ട് തന്നെ വരുമെന്ന്. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊന്നും തോന്നിയില്ല എനിക്ക്. ഞാൻ വീണ്ടും പറഞ്ഞ പോലെ എൻ്റെ ഫാമിലിയുടെ കയ്യിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഉള്ള കുട്ടികളെ കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ. പക്ഷേ ദൈവം സഹായിച്ച് അത് വളർന്നു. ഇപ്പോൾ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മുമ്പോട്ട് പോകുന്നു. My family and husband Philip Abraham, he is professionally an advocate. എനിക്ക് 2 ബോയ്സ് ആണ്. മൂത്ത മോന് 23 years ആയി. അറ്റ് പ്രസൻറ്റ് മോൻ വർക്ക് ചെയ്യുവാണ് ഹിൻഡാൽക്കോ എന്ന് പറഞ്ഞ കളമശ്ശേരിയിൽ. ആൻഡ് ഗോയിങ് ഫോർ BTech കഴിഞ്ഞിട്ടാണ്. സോ ഇപ്പം ഇനി ഹയർ സ്റ്റഡീസിലേക്ക് ഓസ്ട്രേലിയയിൽ പോവുകയാണ്. ഇളയ മകൻ ഈസ് 18, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ BCom ചെയ്യുവാണ്. അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ വിട്ട്. കുട്ടികളെ ഞാൻ അനദർ അഡ്വൈസ് എനിക്ക് പേരൻസിനോട് പറയാനുള്ള, നമ്മൾ നിർബന്ധിച്ച് കുട്ടികളെ ഇന്നതിന് പോകണം, നമ്മുടെ ആഗ്രഹങ്ങൾ അവരുടെ മേളിൽ വെക്കാൻ ഒരിക്കലും ശ്രമിക്കല്ലേ. അവരുടെ ആഗ്രഹത്തിന് അവരെ വിടണം. പിന്നെ നമ്മൾക്ക് അഡ്വൈസ് ചെയ്യാം, ഇങ്ങനെ പോയാൽ കൊള്ളാം, അങ്ങനെ പോയാൽ കൊള്ളാമെന്ന്. അപ്പം അവരെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാം. അല്ലാണ്ട് നിർബന്ധിച്ച് എൻജിനീയറും ഡോക്ടേഴ്സും മാത്രമല്ല ഇപ്പം പ്രൊഫഷൻസ്. അതുകൊണ്ട് തന്നെ എൻ്റെ മൂത്ത മകനും ഇളയ മകനും അവരുടെ ഇഷ്ടത്തിൻ്റെ മേലിലാണ് അവരെ വിട്ടേക്കുന്നത്. നമ്മുടെ സ്ഥാപനം എക്സ്പാൻഡ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ലിമിറ്റേഷൻസ് വളരെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് യു നീഡ് ടു ഹാവ് 2 ഏക്കർ സ്ഥലം. അങ്ങനത്തെ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ തന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഏറെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്ഥലത്തിൻ്റെ ഗ്രോത്തും ഒക്കെ വെച്ച് ഐ തിങ്ക് ഗവൺമെൻറ് ഞങ്ങളുടെ കൂടെ ഒന്ന്
കൂടി സഹകരിച്ചാൽ കൊള്ളായിരുന്നു. കാര്യം ഇത്രയും നല്ല സ്കൂൾസിനെയൊക്കെ വളർത്തിയെടുക്കാൻ അവരും ഒന്ന് സഹകരിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. കാര്യം ഇത്രയും മെട്രോപൊളിറ്റൻ സിറ്റീസിലൊന്നും 2 ഏക്കർ സ്ഥലമൊന്നും വേണ്ട. ഈ ചെറിയ ടൗൺസിലാണ് അവർ 2 ഏക്കറും, അതും CBSEയുടെ റൂളും അങ്ങനെയാണ്. അഫിലിയേഷൻ അവരുടെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇങ്ങനെ തീർച്ചയായിട്ടും 2 ഏക്കർ സ്ഥലം വേണം. പിന്നെ ഇവിടുന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ട്. വി ആർ ഫേസിങ് ഇറ്റ്, ബട്ട് സ്റ്റിൽ വി ഹാവ് ഞങ്ങളെല്ലാ പേപ്പേഴ്സും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ എ ഗുഡ് റിപ്ലൈ ഫ്രം ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എനിക്ക് തരാനുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ, ഈ രംഗത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു ലേഡി ആണെങ്കിൽ നമ്മൾ യു ഹാവ് ടു ബി വെരി കമ്മിറ്റഡ് ടു ദ വർക്ക് ആൻഡ് മോർ ഓവർ സിൻസിയറിറ്റി എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കണം. ഒരു ലീഡറാണ് ബാക്കിയുള്ളവരുടെ അടിയിലോട്ട് ഉള്ള സ്റ്റാഫിനെ അവർക്കെല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നതുമൊക്കെ. സോ വി ഹാവ് ടു ബി ദ ബെസ്റ്റ്. നമ്മൾ താഴോട്ട് ഇരുന്ന് വരെ ചെയ്യാനാണെങ്കിലും നോ പ്രോബ്ലം. ദർ ഷുഡൻ ബി എനി ഈഗോസ്. ഇനി വരുന്ന തലമുറയ്ക്കുള്ള ഞാൻ കാണുന്നത് വളരെ ഈഗോ ഉള്ള കുട്ടികളാണ്. അത് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട്. ഞാൻ നോട്ട് ചെയ്തേക്കുന്ന ഇവൻ 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് പോലും ഒന്ന് തറയിലിരിക്കാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇൻഫാക്റ്റ് ഞാൻ താഴെ ഇരുന്ന് അവരെ കാണിച്ചു കൊടുക്കും. ദർ ഇസ് നോ പ്രോബ്ലം. താഴെ ഇരുന്നാലോ ഒരു മണ്ണിൽ തൊട്ടാലോ കല്ലേ തൊട്ടാലോ ഒന്നിലും ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ കാണിച്ചു. സോ ഇതെല്ലാം മാറ്റി വെച്ചിട്ട്, ആൻഡ് എസ്പെഷ്യലി ലേഡീസ് എല്ലാം നമ്മുടെ വീട്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ വർക്ക് എല്ലാം ഒരുപോലെ കൊണ്ടേ നടക്കാമെങ്കിൽ മാത്രമേ ഇതിൽ വരാവുള്ളൂ. കാര്യം ഇതെല്ലാം യുവർ എ മദർ, യുവർ ലേഡി, യുവർ എ വൈഫ്, എല്ലാം ഒരുപോലെ കൊണ്ട് നടക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഈസ് ഗോയിങ് ടു ബി എ സക്സസ്.